+1 കെമിസ്ട്രിയിലെ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ ബാലൻസിംഗ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്ന ടോപ്പിക് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് പ്രകാരം ഒരു കെമിക്കൽ റിയാക്ഷനെ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്ന വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ഒരു റിയാക്ഷൻ, ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്ന റിയാക്ഷൻ ആണ്. അതാകുമ്പോൾ ഇതിൽ വരുന്ന എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നെ പോയി നോക്കാവുന്നതേ ഉള്ളൂ. ഈ റിയാക്ഷൻ അസിഡിക് മീഡിയത്തിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷനെ ഹാഫ് റിയാക്ഷൻ മെത്തേഡിലൂടെ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി ആവർത്തിക്കണം. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴുള്ള ഓരോ സ്റ്റെപ്പിന്റെയും സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കാണാതെ പഠിക്കണം. എന്നിട്ട് പബ്ലിക് എക്സാമിന് അത് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യനിലുള്ള റിയാക്ഷൻ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്റ്റെപ്പുകൾ നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതി വെക്കണം. എന്നാൽ നമുക്ക് അവിടെ പകുതി മാർക്ക് കിട്ടും. ഇതിൽ സംഭവിക്കാൻ പോകുന്ന തെറ്റുകളൊക്കെ ഒരു പക്ഷേ അതിന്റെ പേരിൽ തേഞ്ഞു വാങ്ങി പോയിക്കോളും. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റെപ്പുകൾ നമ്മൾ ആദ്യം തന്നെ ബൈഹാർട്ട് ചെയ്തിട്ട് അത് ആദ്യം തന്നെ എഴുതി വെക്കണം. ഇനി നമ്മൾ ആ സ്റ്റെപ്പ് വഴി ഒരു 6 സ്റ്റെപ്പുകളുണ്ട്. ആ 6 സ്റ്റെപ്പുകളിലൂടെ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. 6 സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് മലയാളത്തിൽ അതിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒന്നാമത്തെ സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യനിലുള്ള അതേ സാധനത്തെ എടുത്തെഴുതുക. റൈറ്റ് അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ, ബാലൻസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന റിയാക്ഷനെ അതുപോലെ തന്നെ എടുത്തെഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പിന് നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഓക്സിഡേഷൻ ഹാഫ്, റിഡക്ഷൻ ഹാഫ്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പേര് വരുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഓക്സിജൻ ഹൈഡ്രജൻ അല്ലാത്ത ആളുകളെ ബാലൻസ് ചെയ്യും. നാലാമത്തെ സ്റ്റെപ്പിൽ ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യും. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഇലക്ട്രോണിനെ ബാലൻസ് ചെയ്യും. ആറാമത്തെ സ്റ്റെപ്പിൽ സെപ്പറേറ്റ് ചെയ്ത ആളുകളെ നമ്മൾ തിരിച്ചു വീണ്ടും ഒന്ന് തന്നെയാണ്. ഇത്രയും പണികളേ ഉള്ളൂ. അപ്പൊ അതിൽ 1, 2, 3 സ്റ്റെപ്പുകൾ വളരെ സിമ്പിൾ ആണ്. 4, 5 ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒന്ന് കടക്കാം. സ്റ്റെപ്പ് 1 റൈറ്റ് അൺബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റിയാക്ഷനെ അങ്ങനെ തന്നെ എടുത്തെഴുതും. അതാണ് അതൊരു സ്റ്റെപ്പ്. ഒരു പണിയൊന്നുമില്ല, വെറുതെ എടുത്തെഴുതും. സ്റ്റെപ്പ് 2 രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അവസാനത്തെ സ്റ്റെപ്പിൽ എന്താണ് കിട്ടിയത് അത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എടുത്തെഴുതണം. അപ്പൊ Fe2 plus Cr2O7 Cr2O7 2- gives Fe3 plus Cr3+. ഈ റിയാക്ഷനെ ഒന്നുകൂടി ഞാൻ എടുത്തെഴുതും. ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവരുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ ചെയ്യൽ ഒന്ന് അസൈൻ ചെയ്യണം. എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയാം. Assign oxidation number and separate the chemical reaction into oxidation half and reduction half. വളരെ സിമ്പിൾ ആണ്. ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യണം. ഞാൻ ഓരോന്നിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എഴുതാൻ പോകുന്നില്ല, കാര്യം വളരെ സിമ്പിൾ ആയ ഓക്സിഡേഷൻ നമ്പർ ആയതുകൊണ്ട്. Fe2+ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ അറിയാം, +2 ആണ്. ഇവിടെ എത്രയാണോ ചാർജ് അത് തന്നെ ആയിരിക്കും അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ +2 ആണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ്, വേറെ കൂടുതൽ ആറ്റംസ് ഒന്നും കൂടെ ഇല്ല. അതുകൊണ്ട് അയാളുടെ അയോൺ ആയിട്ട് നിൽക്കുന്ന ആളുടെ ഓക്സിഡേഷൻ നമ്പർ അയാളുടെ ചാർജ് തന്നെ ആയിരിക്കും. Cr2O7 2- നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. Fe3+ അത് +3 തന്നെയായിരിക്കും, കാര്യം ഒരാളെ ഉള്ളൂ. Cr3+ഉം 3+ ആയിരിക്കും, ഒരാളെ ഉള്ളൂ. നമുക്ക് ഈ Cr2O7 2- ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയും നോക്കാം. അപ്പൊ ക്രോമിയം സാധാരണഗതിയിൽ അങ്ങനെ മറ്റു കോമ്പൗണ്ടുകളിൽ ഒരുപാട് ആളുകളുടെ കൂടെ വരുന്നതുകൊണ്ട് തന്നെ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കാണാതെ പഠിക്കൽ നിർവാഹമില്ല, കാര്യം വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിനെ ഞാൻ X എന്ന് വിളിച്ചു. ശ്രദ്ധിക്കുക, 2 ക്രോമിയം ഉണ്ട്, അതുകൊണ്ട് അതിനെ 2x തന്നെ വിളിക്കണം. ഈ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ സ്ഥിരം നമ്മൾ പറയുന്ന ഡയലോഗാണ്. ഓക്സിജൻ ജനിച്ചപ്പോൾ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ഈ ലോകത്തുള്ള 99.9% ഓക്സിജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടുകളിലും അയാളുടെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. അപ്പൊ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2. അങ്ങനത്തെ 7 ഓക്സിജൻ ഉണ്ട്. therefore ഓക്സിഡേഷൻ നമ്പർ -2 into 7 -14. that is equal to ഈ കോമ്പൗണ്ടിന്റെ ഈ മോളിക്യൂളിന്റെ ടോട്ടൽ ചാർജ് -2. that is equal to -2. അപ്പൊ ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2x is equal to -2 + 14. -2 + 14 എന്ന് പറഞ്ഞാൽ +12. അപ്പൊ x is equal to +12/2 + 6. എക്സിന്റെ വാല്യൂ, ക്രോമിയത്തിന്റെ വാല്യൂ +6 ആണെന്ന് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. അത് എഴുതി വെക്കാൻ എനിക്കിപ്പോ കിട്ടിയത് ഈ സ്റ്റെപ്പിലൂടെയാണ്. അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും കാണാൻ പഠിക്കണം. 8 രൂപത്തിൽ ഓക്സിഡേഷൻ നമ്പറുകൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു 8 റൂളുകൾ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ കാൽക്കുലേഷൻ ഓഫ് ഓക്സിഡേഷൻ നമ്പർ എന്നുള്ളൊരു ടോപ്പിക്കിൽ പറയുന്നുണ്ട്. അതെന്തായാലും നിർബന്ധമായും എല്ലാവരും കാണാതെ പഠിക്കണം. ഇനിയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ അടുത്ത പണിയിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അടുത്ത പണി ഇപ്പൊ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്തു. ഇനിയാണ് അതിനെ ഓക്സിഡേഷൻ ഹാഫ്, റിഡക്ഷൻ ഹാഫ് എന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പോകും. ഓക്സിഡേഷൻ ഹാഫ്, റിഡക്ഷൻ ഹാഫ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. Fe2+ Fe3+ ആയി മാറിയപ്പോൾ Fe2+ Fe3+ ആയി മാറിയപ്പോൾ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടി.
ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇതാണ് ഓക്സിഡേഷൻ ഹാഫ്. ഇത് ഓക്സിഡേഷൻ ആണ്. ക്രോമിയം +6 നിന്ന് ക്രോമിയം റൈറ്റ് സൈഡിൽ എത്തിയപ്പോഴേക്കും +3 ആയിട്ട് കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കുക. റിഡക്ഷൻ. അപ്പൊ അതിനെ രണ്ടിനെയും ഓരോ ഹാഫ് ആക്കിയിട്ട് എഴുതാം. ഇവിടെ ഞാൻ എഴുതുന്നുണ്ട് OH എന്നാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ വീഡിയോ തീരുന്നത് വരെ OH എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ഹാഫ് ആണ്. ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറഞ്ഞാൽ Fe2+ Fe3+ ആയി മാറുന്ന ഇടപാടാണ്. Fe2+ gives Fe3+. അത് മാത്രം എടുത്ത് എഴുതിയാൽ ഇറ്റ് ഈസ് ഓക്സിഡേഷൻ ഹാഫ്. റിഡക്ഷൻ ഹാഫ് ആർക്കാണോ റിഡക്ഷൻ സംഭവിച്ച അയാളെ മാത്രം എടുത്ത് എഴുതുക. അപ്പൊ Cr2O7 2- gives Cr3+. കഴിഞ്ഞു. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ തീരുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് ഒന്നുകൂടി വെറുതെ ഓവറോൾ ആയിട്ട് എന്ന് പറയുന്നത് അസൈൻ ഓക്സിഡേഷൻ നമ്പർ ആൻഡ് സെപ്പറേറ്റ് കെമിക്കൽ റിയാക്ഷൻ ഇൻടു ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് റിഡക്ഷൻ ഹാഫ്. ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്തു, ഓക്സിഡേഷൻ ഹാഫ് ഒന്നും റിഡക്ഷൻ ഹാഫ് ഒന്നും സെപ്പറേറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പ് ആവർത്തിക്കുന്നു ഞാൻ. എന്താണോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ അവസാനം കിട്ടിയത് അത് എടുത്തെഴുതലാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആദ്യത്തെ പണി. അപ്പൊ ഓക്സിഡേഷൻ ഹാഫ് എന്താണ്? Fe2+ gives Fe3+. ഒന്നുകൂടി എടുത്തെഴുതി. റിഡക്ഷൻ ഹാഫ് എന്താണ്? Cr2O7 2- gives Cr3+. തേർഡ് സ്റ്റെപ്പിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. തേർഡ് സ്റ്റെപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വീഡിയോയുടെ കൂടെ കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ദ നമ്പർ ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈക്വൽ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. രണ്ട് സൈഡിലുമുള്ള ആറ്റങ്ങളെ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആളുകളെ ബാലൻസ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ഓക്സിഡേഷൻ ഹാഫിലേക്ക് നോക്കാം. ഓക്സിഡേഷൻ ഹാഫിൽ ഇവിടെ Fe2+ ഇവിടെ Fe3+ ആണ്. ഇതിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി തൊടുന്ന സ്ഥലത്താണ് അതിന്റെ എണ്ണം എഴുതി വെക്കുക. ഇവിടെയാണ് എണ്ണം കൊടുക്കുക. ഇത് ചാർജ് ആണ്. ചില പിള്ളേർക്കൊക്കെ അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് കാണാറുണ്ട്. ഇതിവിടെ സാർ ഇത് 2+ അല്ല, ഇത് 3+ അല്ല. അപ്പൊ അവര് തമ്മിൽ ഡിഫറൻസ് ഇല്ല. അവരുടെ തമ്മിൽ എണ്ണത്തിൽ ഡിഫറൻസ് ഇല്ല. അവർ തമ്മിൽ ഡിഫറൻസ് ഉള്ളത് ചാർജിലാണ്. ചാർജിനെ കുറിച്ച് നമ്മളിപ്പോ മിണ്ടിയിട്ടില്ല. ഇപ്പൊ നമ്മൾ പറയുന്ന എണ്ണത്തെ കുറിച്ചാണ്. Feയുടെ എണ്ണം ദേ ഇവിടെ കാണാം. നിങ്ങൾക്ക് കാണില്ല, ഒന്നും നമ്മൾ എഴുതാറില്ല. 1 ആണ് Feയുടെ എണ്ണം. Fe3+ അതിന്റെ എണ്ണം 1 ആണ്. ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഇപ്പൊ നമ്മൾ അതിന് ബാലൻസ് ആക്കേണ്ട കാര്യമില്ല. അപ്പൊ OH ഈ ഓക്സിഡേഷൻ ഹാഫ് സ്റ്റെപ്പ് 3ൽ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. നമ്മൾ അതിനെ മൈൻഡ് ചെയ്യില്ല. റിഡക്ഷൻ ഹാഫിൽ ഇവിടെ നോക്കാം. ക്രോമിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇവിടെ ക്രോമിയം ഉണ്ട്. ഓക്സിജനെ കുറിച്ച് നമ്മളിപ്പോ മിണ്ടുന്നില്ല. സ്റ്റെപ്പ് 3ൽ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആളുകളെയാണല്ലോ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 2 ക്രോമിയം ഉണ്ട്, ഇവിടെ 1 ക്രോമിയം ഉള്ളൂ. അപ്പൊ ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്യണം. ക്രോമിയം ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആളായതുകൊണ്ട് ഇവിടെ ക്രോമിയത്തിന്റെ എണ്ണം ഈക്വൽ ആക്കാൻ ഞാനൊരു 2 ഇട്ടു. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ 2 ക്രോമിയം, റൈറ്റ് സൈഡിൽ 2 ക്രോമിയം. കഴിഞ്ഞു. സ്റ്റെപ്പ് 3 കഴിഞ്ഞു. സ്റ്റെപ്പ് 4 ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഓരോ സ്റ്റെപ്പിലും ആദ്യം ചെയ്യേണ്ട പണി അവസാനത്തെ സ്റ്റെപ്പിൽ ലാസ്റ്റ് കിട്ടിയ ഫൈനൽ പ്രൊഡക്റ്റിന് എടുത്ത് എഴുതലാണ്. അപ്പോ ഓക്സിഡേഷൻ ഹാഫ് എന്താ കിട്ടിയത്? Fe2+ gives Fe3+. ഒരു മാറ്റമില്ല. റിഡക്ഷൻ ഹാഫിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ആ മാറ്റത്തോട് കൂടെ എടുത്ത് എഴുതുക. Cr2O7 2- gives 2Cr3+. എടുത്തെഴുതി. ഇനിയാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. എന്താണ് സ്റ്റെപ്പ് 4ൽ എടുക്കേണ്ട പണി? പണിയെടുക്കേണ്ട എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം റിയാക്ഷൻ ആളൊന്ന് എഴുതി വെക്കണം. പണി ഞാൻ പറയാം. നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആളുകളെയാണ് ബാലൻസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഓക്സിജനെയും ഹൈഡ്രജനെയും ആണ് ബാലൻസ് ചെയ്യുന്നത്. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വാട്ടർ മോളിക്യൂൾസും ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ H+ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒന്ന് നോക്കി. ഓക്സിഡേഷൻ ഹാഫിൽ ഓക്സിജൻ ഉണ്ടോ ഹൈഡ്രജൻ ഉണ്ടോ? ഉണ്ടെങ്കിലാണ് അവരെ ബാലൻസ് ചെയ്യേണ്ടതുള്ളൂ. ഓക്സിഡേഷൻ ഹാഫിൽ ഓക്സിജനും ഇല്ല ഹൈഡ്രജനും ഇല്ല. അതുകൊണ്ട് അവരെ നമ്മൾ മൈൻഡ് ആക്കുന്നില്ല. റിഡക്ഷൻ ഹാഫിലേക്ക് പോയി. റിഡക്ഷൻ ഹാഫിൽ ഓക്സിജനോ ഹൈഡ്രജനോ ഉണ്ടോ? ഉണ്ട്. ലെഫ്റ്റ് സൈഡിലുണ്ട്. ആരാ ഉള്ളത്? ഓക്സിജൻ ഉണ്ട്. എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഓക്സിജൻ ഉണ്ട്. അപ്പൊ അവരെ ബാലൻസ് ചെയ്യാൻ ഇനി എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ 7 ഓക്സിജൻ വരണം. റൈറ്റ് സൈഡിൽ 7 ഓക്സിജൻ വരാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വാട്ടർ മോളിക്യൂൾസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ 7 ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ 7 വാട്ടർ മോളിക്യൂൾസ് ഞാൻ ആഡ് ചെയ്യും. 7 വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്യുന്നതോടുകൂടെ 7H2O 7 ഓക്സിജൻ 7 ഓക്സിജൻ ബാലൻസ്. ഓക്സിജൻ എണ്ണം ബാലൻസ്. നെക്സ്റ്റ് രണ്ടാമതാണ് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യേണ്ടത്. ആദ്യം ഓക്സിജനെ തന്നെ ബാലൻസ് ചെയ്യണം. കാര്യം ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്നത് വാട്ടറാണ്. ആ വാട്ടറിൽ ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അവരെയും കൂടി നമ്മൾ ഇനി ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഇനി നമ്മളിങ്ങനെ നോക്കുകയാണ്. ഓക്സിഡേഷൻ ഹാഫിൽ എവിടെയും ഹൈഡ്രജൻ ഇല്ല. റിഡക്ഷൻ ഹാഫിൽ എവിടെയെങ്കിലും ഹൈഡ്രജൻ ഉണ്ടോ നോക്കിയപ്പോ ഇപ്പൊ ഞാൻ ആഡ് ചെയ്ത 7H2O 14 ഹൈഡ്രജൻ ഉണ്ട്. 7H2O 14 ഹൈഡ്രജൻ. ആ 14 ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ വന്നതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടി 14 ഹൈഡ്രജൻ വരാൻ ഞാൻ അതിനെ ഇവിടെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ H+ ആണ് ആഡ് ചെയ്യേണ്ടത്.
14H+ ആഡ് ചെയ്യും. കഴിഞ്ഞു. സ്റ്റെപ്പ് 4 പണി കഴിഞ്ഞു. സ്റ്റെപ്പ് 4 ഒന്നുകൂടി പറയണം, ഓക്സിജനെയും ഹൈഡ്രജനെയും ആണ് ബാലൻസ് ചെയ്യേണ്ടത്. ആദ്യം ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വാട്ടർ മോളിക്യൂൾസും ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ H+ ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്സിഡേഷൻ ഹാഫ് ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതിൽ ഓക്സിജനും ഇല്ല, ഹൈഡ്രജനും ഇല്ല. റിഡക്ഷൻ ഹാഫിന് നമ്മൾ വേണ്ട പണികളൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 5ഉം സ്റ്റെപ്പ് 6ഉം നമുക്ക് ബാക്കിയുണ്ട്. അത് ഇതൊന്ന് മായ്ച്ചതിന് ശേഷം നമുക്ക് കാണാം. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 5ലേക്ക് പോവാണ്. സ്റ്റെപ്പ് 5ൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. സ്റ്റെപ്പ് 4ൽ അവസാനം കിട്ടിയ ആളെ എടുത്തെഴുതലാണ്. ബോർഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനത് മായ്ച്ചിട്ട് ഇവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. അപ്പൊ സ്റ്റെപ്പ് 4ലുള്ള എല്ലാ പണികളും കഴിച്ചിട്ടുള്ള സ്റ്റെപ്പ് 5 ഇവിടെ റെഡിയാണ്. ഇതിലാണെങ്കിൽ സ്റ്റെപ്പ് 5ന്റെ പണികളൊക്കെ എടുക്കേണ്ടത്. സ്റ്റെപ്പ് 5 നന്നായി ശ്രദ്ധിക്കേണ്ട, നന്നായി മെനക്കെടേണ്ട ഒരു സാധനമാണ്. സ്റ്റെപ്പ് 5ലാണ് നമ്മുടെ കോമൺ സെൻസും ബുദ്ധിയും കാൽക്കുലേഷൻ പവറൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നത്. സ്റ്റെപ്പ് 5ൽ നമ്മൾ ഈക്വൽ ആക്കാൻ പോകുന്നത് ഇലക്ട്രോണിന്റെ എണ്ണമാണ്. ഇലക്ട്രോണിന്റെ എണ്ണം എന്തിനാണ് ഈക്വൽ ആക്കുന്നത്? ഇലക്ട്രോണിന്റെ എണ്ണത്തിലൂടെ നമ്മൾ ചാർജിനെയാണ് ഈക്വൽ ആക്കാൻ പോകുന്നത്. അപ്പൊ ചാർജാണ് നമ്മൾ സ്റ്റെപ്പ് 5ൽ ഈക്വൽ ആക്കാൻ പോകുന്നത്. ഞാൻ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ പറഞ്ഞിരുന്ന അതേ ഡയലോഗ് ഇവിടെ ഒന്നുകൂടി പറയാണ്. ഓക്സിഡേഷൻ ഹാഫിലും റിഡക്ഷൻ ഹാഫിലും ലെഫ്റ്റിലും റൈറ്റിലും ചാർജ് ഈക്വൽ ആക്കണം. അപ്പൊ ചാർജ് ഈക്വൽ ആക്കണമെങ്കിൽ ആദ്യം ഈ എഴുതിയിരിക്കുന്നതിൽ ചാർജ് ഈക്വൽ അല്ല എന്ന് തിരിച്ചറിയണം. അപ്പൊ ആ ചാർജ് ഈക്വൽ അല്ല എന്ന് നമുക്ക് അവിടെ നിന്ന് ആദ്യം ലിസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഓക്സിഡേഷൻ ഹാഫ് എഴുതുന്നുണ്ട്, റിഡക്ഷൻ ഹാഫ് എഴുതുന്നുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ഒരു കോളം വരച്ചിട്ട് നിലവിൽ ഇതിനുള്ള ചാർജുകളൊന്നും നമുക്ക് ഇതിൽ എഴുതി വെക്കാം. എന്നിട്ടല്ലേ നമ്മൾ അതിന് ഈക്വൽ ആക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഓക്സിഡേഷൻ ഹാഫിനെ മാത്രം നോക്കും. ഓക്സിഡേഷൻ ഹാഫിനെ നോക്കും. ഇപ്പൊ നമ്മൾ റിഡക്ഷൻ ഹാഫിനെ കാണുന്നില്ല. ഓക്സിഡേഷൻ ഹാഫിനേക്ക് മാത്രം നോക്കും. അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള ഓൾറെഡി ഉള്ള നമ്മുടെ കയ്യിലുള്ള ചാർജുകൾ നമ്മൾ അവിടെ എഴുതി വെക്കുകയാണ്. Fe2+, ചാർജ് +2, 2+ എന്ന് പറയുമ്പോൾ ചാർജ് +2. Fe3+, അയാളുടെ ചാർജ് +3. ശരി. അപ്പൊ ഓക്സിഡേഷൻ ഹാഫിന്റെ ലെഫ്റ്റ് റൈറ്റും ചാർജ് നമ്മൾ എഴുതി. റിഡക്ഷൻ ഹാഫിന്റെ ലെഫ്റ്റ് റൈറ്റും ചാർജ് എഴുതാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിച്ച് കാണണം. Cr2O7 ചാർജ് -2. കാര്യം -2 ഇവിടെ കാണാം. ഇതിന്റെ എണ്ണം 1 ആണെന്നുള്ളത് ഈ സ്ഥലത്ത് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1 ആണ്. അതുകൊണ്ട് -2. 14H+. അപ്പൊ എത്രയായി? ഒരു H+ ഒരു പോസിറ്റീവ് ചാർജ് ആണ്. 14 എണ്ണം ഉണ്ടാവും. പ്ലസ് 14H+. റൈറ്റ് സൈഡിലേക്ക് പോയി റിഡക്ഷൻ ഹാഫിന്റെ റൈറ്റ് സൈഡിലുള്ള ചാർജ് 2Cr3+, 3+, 3+, അങ്ങനത്തെ 2 ക്രോമിയം. അപ്പൊ +6. ഇവിടെ +6 എന്ന് എഴുതി. വാട്ടർ മോളിക്യൂൾ ചാർജ് ഒന്നുമില്ല. എങ്ങനെ മനസ്സിലായി? ചാർജ് എഴുതേണ്ട സ്ഥലത്ത് ഒന്നുമില്ല. കഴിഞ്ഞു. +6. അപ്പൊ ഇത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. -2 + 14 എന്ന് പറഞ്ഞാൽ +12 ആണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ട സാധനങ്ങളായി ഓക്സിഡേഷൻ ഹാഫിന്റെ ലെഫ്റ്റിൽ +2, ഓക്സിഡേഷൻ ഹാഫിന്റെ റൈറ്റിൽ +3, റിഡക്ഷൻ ഹാഫിന്റെ ലെഫ്റ്റിൽ +12, റിഡക്ഷൻ ഹാഫിന്റെ റൈറ്റിൽ +6. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോൺസിന് ആഡ് ചെയ്തിട്ട് ഈക്വൽ ആക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിൽ നന്നായിട്ട് ഉൾക്കൊള്ളുക. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇവർ ഈക്വൽ ആക്കണമെങ്കിൽ, ഇലക്ട്രോണിനെ ആഡ് ചെയ്തിട്ട് ഈക്വൽ ആക്കണമെങ്കിൽ എവിടെയാണോ പോസിറ്റീവ് ചാർജ് കൂടുതൽ അവിടെയായിരിക്കും നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യേണ്ടി വരിക. ഇപ്പൊ ഇവിടെ +2 ആൻഡ് +3 ആരാണ് പോസിറ്റീവ് ചാർജ് കൂടുതൽ? +3. അപ്പൊ അവിടെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ ആ പോസിറ്റീവ് ചാർജ് ഒന്ന് കുറയുമ്പോൾ ഇതിനോട് ഈക്വൽ ആകും. അപ്പൊ +3യോട് കൂടെ ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്താൽ തന്നെ അതെന്തായി? ഇവിടെയും +2 ആയി, ഇവിടെയും +2 ആയി. അതിന്റെ ചാർജ് ഈക്വൽ ആയി. ഇവിടെ +12 ആണ്, ഇവിടെ +6 ആണ്. ആരാ കൂടുതൽ ആലോചിക്കുക? ആരാ കൂടുതൽ? +12 ആണ് കൂടുതൽ. അപ്പൊ അവിടേക്ക് വേണം നമ്മൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇലക്ട്രോൺ ഇങ്ങനെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതലുള്ള +12 കുറഞ്ഞ് ഇതിൽ ചെറുതിനോട് ഈക്വൽ ആകും. നേരെ ഓപ്പോസിറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. +6ന്റെ കൂടെ ഇലക്ട്രോൺ ആഡ് ചെയ്താൽ അത് +5, +4, +3, +2 ഒക്കെ ആയി അങ്ങനെ പോകുന്നല്ലാതെ ഒരിക്കലും ഇതിന് ഈക്വൽ ആവാൻ പോകില്ല. അപ്പൊ ഇവരെ ഈക്വൽ ആക്കാനാണ് നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത്. ആ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കണ്ടോളാം. +2, +3 ഈക്വൽ ആകാൻ റൈറ്റ് സൈഡിൽ എനിക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് +3 കൂടി +2 ആകും. ഇതിന് ഈക്വൽ ആകും. +12 +6 ഈക്വൽ ആകാൻ, +12 +6 ഈക്വൽ ആകാൻ എവിടെയാണോ കൂടുതൽ അവിടെയാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യേണ്ടത്. ഇവിടെയാണ് കൂടുതൽ, ലെഫ്റ്റിലാണ് കൂടുതൽ. അപ്പൊ ലെഫ്റ്റിൽ എത്ര കൂടുതലാണ്? 6 വാല്യൂ കൂടുതലാണ്. അപ്പൊ ആ 6 പോസിറ്റീവ് ചാർജിനെ കുറച്ചിട്ട് ഇതിനോട് ഈക്വൽ ആക്കാൻ ഇവിടെ 6 ഇലക്ട്രോൺസ് ഇവിടെ ആഡ് ചെയ്യും. പരിപാടി തീർന്നു. അപ്പൊ ഇത് ഓക്സിഡേഷൻ ഹാഫിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഇലക്ട്രോണും റിഡക്ഷൻ ഹാഫിന്റെ ലെഫ്റ്റ് സൈഡിൽ 6 ഇലക്ട്രോണും ആഡ് ചെയ്യലാണ് നമ്മുടെ സ്റ്റെപ്പ് 5ലെ പണി. ഒന്നുകൂടി ചെയ്യണത് സ്റ്റെപ്പ് 5ല് ഓക്സിഡേഷൻ ഹാഫിൽ എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ ഹാഫിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഇലക്ട്രോൺ. അപ്പൊ ഇതാണ് ഓക്സിഡേഷൻ ഹാഫ്. അതിന്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യും. റിഡക്ഷൻ ഹാഫിൽ എന്ത് ചെയ്യണം? ഇവിടെ എഴുതിയിട്ടുണ്ട്. റിഡക്ഷൻ ഹാഫിന്റെ ലെഫ്റ്റ് സൈഡിൽ 6 ഇലക്ട്രോൺ.
ഇതാണ് റിഡക്ഷൻ ഹാഫ്, ഇതാണ് ലെഫ്റ്റ് സൈഡ്. ഇവിടെ 6 ഇലക്ട്രോൺ പ്ലസ് 6 ഇലക്ട്രോൺ ആഡ് ചെയ്യാം. കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ കഴിഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓക്സിഡേഷൻ ഹാഫിൽ 1 ഇലക്ട്രോണും റിഡക്ഷൻ ഹാഫിൽ 6 ഇലക്ട്രോണും ആണുള്ളത്. റിഡക്ഷൻ ഹാഫിൽ 6 ഇലക്ട്രോണും. ഈ 1 ഇലക്ട്രോണിനെയും 6 ഇലക്ട്രോണിനെയും കൂടി ഈക്വൽ ആക്കണം. ഐ മീൻ ഇവിടെ 1 ഇലക്ട്രോൺ, ഇവിടെ 6 ഇലക്ട്രോൺ. അത് പറ്റൂല. കാര്യം ഇവരെ നമ്മളൊന്ന് ക്ലബ് ചെയ്തിട്ട് ഇത് നമ്മൾ ഒന്നിച്ചെടുക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് പോകാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് 6 ഇലക്ട്രോൺ ആണെങ്കിൽ ഇതും 6 ഇലക്ട്രോൺ ആവണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഒരു പണി കൂടി അവിടെ ബാക്കിയുണ്ട്. ഈ ഓക്സിഡേഷൻ ഹാഫിനെ മൊത്തത്തിൽ 6 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്സിഡേഷൻ ഹാഫിന് മൊത്തത്തിൽ ഒന്ന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തായി? ഇത് മൊത്തത്തിൽ 6 വരും. 6Fe2 പ്ലസ് ഗീവ്സ് 6Fe3 പ്ലസ് 6 ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ ഉള്ള 6 ഇലക്ട്രോൺ ആയി, ഇവിടെ ഉള്ള 6 ഇലക്ട്രോൺ ആയി. അത് വരാനാണ് ഓക്സിഡേഷൻ ഹാഫിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സ്റ്റെപ്പ് 6 കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 6ൽ ചെയ്യാനുള്ളത് ഒരേ ഒരു പണിയാണ്. സ്റ്റെപ്പ് 5ൽ നമുക്ക് കിട്ടിയ ഫൈനൽ പ്രൊഡക്റ്റുകളെ ക്ലബ് ചെയ്തിട്ട് എഴുതുക. 2 റിയാക്ഷനെ കൂട്ടി എഴുതുക. 2 റിയാക്ഷൻ എങ്ങനെയാണ്? 2 സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടാൻ നമുക്കറിയാം. 2 3 കൂട്ടിയാൽ 5 നമുക്കറിയാം. എങ്ങനെയാണ് റിയാക്ഷൻസിനെ കൂട്ടുക? റിയാക്ഷൻസിനെ കൂട്ടാൻ അതിന്റെ റിയാക്ടൻസ് സൈഡിലുള്ള ആളുകളെ ഒന്നിച്ചെഴുതുക. അത് കഴിഞ്ഞ് പ്രൊഡക്റ്റ് സൈഡിലുള്ള ആളുകളെ ഒന്നിച്ചെഴുതുക. ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും തമ്മിൽ കൂട്ടലാണ് നമ്മുടെ പണി. ഓക്സിഡേഷൻ ഹാഫ് ഇയാളാണ് പുതിയ ഓക്സിഡേഷൻ ഹാഫ്, ഇതാണ് റിഡക്ഷൻ ഹാഫ്. അവരെ നമ്മൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആളുകളെ ഒന്നിച്ചെഴുതുക. ഇവിടെ ലെഫ്റ്റിൽ 6Fe2 പ്ലസ് ഉണ്ട്. റിഡക്ഷൻ ഹാഫിന്റെ ഇവിടെ 3 ആളുകളുണ്ട്. അപ്പൊ ഈ 1 2 3 4 ആളുകളെ ഒന്നിച്ചെഴുതുക. അപ്പൊ എങ്ങനെ ഉണ്ടാവും? 6Fe2 പ്ലസ് Cr2O7 2 മൈനസ് പ്ലസ് 14H പ്ലസ് 6 ഇലക്ട്രോൺ. ഇവിടെ ഉള്ള ഒരാൾ, ഇവിടെ ഉള്ള 3 ആളുകൾ കൂട്ടി എഴുതി. ഗീവ്സ് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഗീവ്സ് ഇട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള റിഡക്ഷൻ ഹാഫിലും ഓക്സിഡേഷൻ ഹാഫിലും റൈറ്റ് സൈഡിലുള്ള ആളുകളെ ഒന്നിച്ചെടുക്കുക. ഓക്സിഡേഷൻ ഹാഫിന്റെ റൈറ്റ് സൈഡിൽ 2 ആളുണ്ട്, റിഡക്ഷൻ ഹാഫിന്റെ റൈറ്റ് സൈഡിലും 2 ആളുണ്ട്. ആ 2 പേരെ ഒന്നിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4 പേരുണ്ടാകും. അപ്പൊ ആരൊക്കെയുണ്ട്? 6Fe3 പ്ലസ് 6 ഇലക്ട്രോൺ പ്ലസ് ഇയാളുടെ 2Cr3 പ്ലസ് 7H2O കഴിഞ്ഞു. രണ്ടും ക്ലബ് ചെയ്ത് എഴുതി. ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ആളുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ഇവിടെ 6 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 6 ഇലക്ട്രോൺ ഉണ്ട്. 6ാമത്തെ സ്റ്റെപ്പിൽ അവർ തമ്മിൽ കട്ട് ചെയ്തിട്ട് ഒഴിഞ്ഞ് പോകണം എന്നതുകൊണ്ടാണ് 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അതുകൊണ്ട് അത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ആളുകൾ എടുത്ത് എഴുതിയാൽ ഫുൾ മാർക്കായി. 6Fe2 പ്ലസ് Cr2O7 2 മൈനസ് പ്ലസ് 14H ഗീവ്സ് 6Fe3 പ്ലസ് 2Cr3 പ്ലസ് 7H2O കഴിഞ്ഞു. ദിസ് റിയാക്ഷൻ ഈസ് ബാലൻസ് അക്കോർഡിംഗ് ടു ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. 6 സ്റ്റെപ്പാണുള്ളത്. 6 സ്റ്റെപ്പും ബൈ ഹാർട്ട് പഠിച്ചിട്ട് ഇത് ഈ രൂപത്തിൽ എഴുതി വെച്ചാൽ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ടോപ്പിക്കുകൾ ഈ പബ്ലിക് എക്സാം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യലും നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ടോപ്പിക്കുകൾ ഇതുപോലെ നമുക്ക് ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് ചെയ്തു തരാവുന്നതേ ഉള്ളൂ. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.